ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഉള്ളത് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. കർത്താവായ യേശുവിൻ്റെ ദിവസം, കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നാളുകളായി ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്നതാണ്. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. നാം കഴിഞ്ഞ ചില അവസരങ്ങളിലായിട്ട് ചിന്തിച്ചത്, ക്രിസ്തുവിൻ്റെ വരവിങ്കൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിൻ്റെ കാഹളനാദം മുഴങ്ങുമ്പോൾ, പ്രധാനദൂതൻ്റെ ശബ്ദം, പ്രധാനദൂതൻ്റെ കാഹളം ഇവ മുഴങ്ങുമ്പോൾ, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. മാത്രമല്ല, അപ്പോൾ ജീവനോടിരിക്കുന്ന നാം, ജീവനോടിരിക്കുന്നവരായ ആളുകൾ, അവർ രൂപാന്തരപ്പെടും. നാം അത് ധ്യാനിച്ചതാണ്, നാം ചിന്തിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ആ ദിവസം അത് കള്ളനെ പോലെ വരും എന്നാണ് തിരുവചനം പറയുന്നത്.
കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. വളരെ ഗൗരവമേറിയ ഒരു സമയത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്നാണ് എന്ന് നമുക്കാർക്ക് അറിഞ്ഞുകൂടാ, എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, ഏത് വിധത്തിലാണെന്ന് അറിഞ്ഞുകൂടാ. ആരും നനച്ചിരിയാത്തൊരു സമയത്ത് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ക്രിസ്തുവിനോടുകൂടെ വസിക്കുന്നുവെങ്കിൽ, ഇന്ന് നാം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നുവെങ്കിൽ, ഇന്ന് ക്രിസ്തുവിനോടുകൂടെ നമ്മുടെ ഹൃദയം സമർപ്പിച്ച് ഒരു സമർപ്പിത ജീവിതം നയിക്കുന്നുവെങ്കിൽ, ഒരു വിശുദ്ധ ജീവിതം നാം അനുഭവിക്കുന്നുവെങ്കിൽ, അന്ന് ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നാം രൂപാന്തരപ്പെടും. വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്യും. തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ വരവിൻ്റെ ആ സമയത്തെക്കുറിച്ച് ചിലർ താമസമെന്ന് വിചാരിക്കുന്നു എന്ന്. 9-ാം വാക്യം എങ്ങനെയാണ് പറയുന്നത്? ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ആരും നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദീർഘക്ഷമയോടെ കർത്താവ് കാത്തിരിക്കുകയാണ്. എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ, എല്ലാവരും വിശുദ്ധിയുടെ തേജസ്സിലേക്ക് വരുവാൻ, ക്രിസ്തു തരുന്നതായ ആ വിശുദ്ധി എന്ത് എന്ന് എല്ലാവരും അനുഭവിക്കുവാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ഞാൻ വീണ്ടും വരുമെന്നുള്ള വാഗ്ദത്തം നിവർത്തിപ്പാൻ കർത്താവ് താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. സഹോദരങ്ങളെ, നാം ആരും നശിച്ചു പോകാൻ ദൈവത്തിന് സന്തോഷമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ ജീവിതം സ്വർഗരാജ്യത്തിൽ നിത്യയുഗം, നിത്യസ്വർഗത്തിൽ നിത്യജീവനിൽ വാഴണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ നാം ഓരോരുത്തരും സ്വർഗ സോപാനത്തിലേക്ക് എടുക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സമയം നീട്ടി തന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവും സമയവും എപ്പോഴെന്ന്, നാളും നാഴികയും എപ്പോഴെന്ന് ആരും അറിയുന്നില്ല. സ്വർഗത്തിലെ ദൂതന്മാരറിയുന്നില്ല, ക്രിസ്തുനാഥൻ അറിയുന്നില്ല, സ്വർഗീയ പിതാവ് മാത്രം അറിയുന്ന ഒരു സമയമാണ് എന്ന് കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ദിവസം, സഹോദരങ്ങളെ, ആ ദിവസം വരുന്നതിന് ശേഷമോ അതിനോട് ചേർന്നോ അല്ല അതിനോട് ഒട്ടിച്ചേർന്നോ അതിനോട് ചേർന്ന് വന്നോ വലിയ വലിയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കും എന്ന് തിരുവചനം പറയുന്നു. കർത്താവിൻ്റെ ആ വരവിനോട് ചേർന്നുള്ളതായ ആ സംഭവ പരമ്പരകൾ, അതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ 2 പുസ്തകങ്ങൾ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളിൽ പഴയ നിയമത്തിലുള്ള 2 പുസ്തകങ്ങൾ കർത്താവിൻ്റെ ആ ദിവസത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന പുസ്തകങ്ങളാണ്. ഒന്ന് യോവേൽ പ്രവാചകന്റെ പുസ്തകം ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ദിവസം. 2 സെഫന്യാവിൻ്റെ പുസ്തകം ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ദിവസം. യോവേൽ പ്രവാചകൻ BC 8-ാം നൂറ്റാണ്ടിലാണ് പ്രവചിച്ചത്. സെഫന്യ പ്രവാചകൻ BC 7-ാം നൂറ്റാണ്ടിലാണ് പ്രവചിച്ചത്. ഏതാണ്ട് 100 വർഷത്തിൻ്റെ അകലമുണ്ട് 2 പ്രവാചകന്മാരും പ്രവചിച്ച കാലയളവ്. പരസ്പരം അറിഞ്ഞല്ല, പരസ്പരം ആലോചിച്ചല്ല, പരസ്പരം ചിന്തിച്ചല്ല. സ്വർഗീയ അരുളപ്പാടുകൾ പ്രവാചകന്മാർക്ക് കാലാകാലങ്ങളിൽ ലഭിക്കുകയാണ്. സ്വർഗത്തിൻ്റെ അരുളപ്പാട്, നിത്യനായ ദൈവം സംഭവിക്കാൻ പോകുന്നത് തൻ്റെ പ്രവാചകന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും പ്രവാചകന്മാർ അത് ജനത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യോവേൽ പ്രവാചകൻ BC 8-ാം നൂറ്റാണ്ടിൽ എഴുതിയത് കർത്താവിൻ്റെ ദിവസം അത് ഭയങ്കരമായ ദിവസമാണെന്നാണ്. സെഫന്യ പ്രവാചകൻ അത് BC 7-ാം നൂറ്റാണ്ടിൽ എഴുതിയത് കർത്താവിന് വലുതും ഭയങ്കരവുമായുള്ള നാളെന്നാണ്. നാം സെഫന്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. 1-ാം അധ്യായം 14, സെഫന്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യം. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അതടുത്ത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ. യഹോവയുടെ ദിവസം, ആ ഭയങ്കരമായ ദിവസത്തെക്കുറിച്ച് സെഫന്യാവ് പറയുകയാണ്. സെഫന്യ പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനല്ല. സെഫന്യ പ്രവാചകൻ വളരെ ഉന്നത വംശത്തിൽ പിറന്നവനാണ്.
വേദപുസ്തകം വായിക്കുമ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലും ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിലും നാം വായിക്കുന്ന വളരെ നല്ല ഭക്തനും തേജോമയനുമായ ഒരു രാജാവുണ്ട്. ആത്മീയ തേജസ് കൊണ്ട് തിങ്ങിയ ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഹിസ്കിയാവ് അല്ലെങ്കിൽ ഹിസ്കിയാവ് എന്നാണ്. ഈ ഹിസ്കിയ രാജാവിൻ്റെ കൊച്ചു മകനാണ് സെഫന്യാവ്. സെഫന്യാവ് അന്ന് രാജാവായി അധിരോഹണം ചെയ്തില്ല, മറിച്ച് യോശിയാവാണ് അന്ന് രാജാവായിരിക്കുന്നത്. ഹിസ്കിയ രാജാവിൻ്റെ മകനായ മനശ്ശയുടെ മകനായ ആമോൻ്റെ മകനായ യോശിയ രാജാവിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ വചനം പ്രവചിച്ച പ്രവാചകനാണ് സെഫന്യാ പ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ പ്രവാചകനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. യോശിയ രാജാവിൻ്റെ ഭരണകാലം ഏറ്റവും നല്ല അനുഗ്രഹീതമായൊരു കാലയളവായിരുന്നു. ഇസ്രായേൽ ജനം മുഴുവനും നാശത്തിലേക്ക് പോയ കാലയളവിൽ ഇസ്രായേൽ ജനം മുഴുവനും ഭക്തി മാർഗം വിട്ട് വ്യതിചലിച്ചു പോയി പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ടു പോയ കാലയളവിൽ അന്ന് നാട്ടിൽ ഉണർവുണ്ടാകുന്നതിന് യത്നിച്ച, പ്രകടമായും അധ്വാനിച്ച, വ്യക്തമായ തീരുമാനത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു രാജാവായിരുന്നു യോശിയാവ്. 8-ാമത്തെ വയസ്സിൽ യോശിയാവ് രാജാവായി. വളരെ ശ്രേഷ്ഠനായ ഒരു രാജാവായി അദ്ദേഹം വളർന്നു വന്നു. അദ്ദേഹം രാജ്യത്ത് നിന്ന് എല്ലാ അഴിമതിയും അനീതിയും മാറ്റുവാൻ ശ്രമിച്ചു. എന്നാൽ ആ കാലയളവിൽ തന്നെ അന്ന് ഈ യോശിയ രാജാവിൻ്റെ കാലത്ത് യോശിയ രാജാവ് പുറമേ ചില പ്രവൃത്തികളിൽ ഒരു ഉണർവ് കൊണ്ടുവന്നെങ്കിലും നാവിൽ അഗ്നിയുമായി സെഫന്യാ പ്രവാചകൻ ഓടി നടന്നു. സഹോദരങ്ങളെ, അത് പുറമേയുള്ളൊരു വിപ്ലവമായിരുന്നില്ല, പുറമേയുള്ളതായ ഒരു ആത്മീയ വിപ്ലവമായിരുന്നില്ല, പുറമേയുള്ളൊരു മാനസാന്തരമായിരുന്നില്ല. അതിനപ്പുറം ആഴത്തിലുള്ള ഒരു വിശുദ്ധീകരണത്തിലേക്ക് സെഫന്യാവ് ജനത്തെ നടത്തി. ആഴത്തിലുള്ള വിശുദ്ധീകരണം. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയരായ ദൈവമക്കളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കേവലം ഒരു മാനസാന്തര അനുഭവത്തിലേക്കോ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഉപരിപ്ലവമായ അനുഭവത്തിലേക്കോ വന്നാൽ പോരാ. അതിനപ്പുറം ആന്തരികമായ വിശുദ്ധീകരണത്തിൻ്റെ തേജസ്സേറിയ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ നിങ്ങൾ ഓരോരുത്തരും സമർപ്പിക്കേണ്ടതാണ്. അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെടുക, അകത്തെ ഹൃദയം സംശുദ്ധമാകുക, ഹൃദയം സമ്പൂർണ്ണമായി മാറിയിട്ട് ക്രിസ്തു സദൃശമായ ഒരു ജീവിതമായി തീരുക. പുറമേ ചില നീക്കുപോക്കുകൾ വരുത്തുന്നുണ്ട്. മദ്യപാനം മാറുന്നു, പുകവലി മാറുന്നു, സിനിമ മാറുന്നു, ചീട്ടുകളി സംഘങ്ങൾ മാറുന്നു, ചീത്ത കൂട്ടുകെട്ടുകൾ മാറുന്നു, വെറുക്കൂത്തുകൾ മാറുന്നു, വഴക്കും പിണക്കവും മാറുന്നു. പുറമേ ചില മാറ്റങ്ങൾ വരുന്നു. നല്ലത് തീർച്ചയായും നല്ലത് തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ആഴത്തിലുള്ള ഹൃദയത്തിൻ്റെ അന്തരാളത്തിലുള്ള വിശുദ്ധീകരണത്തിൻ്റെ അനുഭൂതിയിലേക്ക് വരിക എന്ന് പറയുന്നത് അത്യന്തം ശ്രേഷ്ഠമായൊരു അനുഭവമാണ്. സെഫന്യാ പ്രവാചകൻ ആ അനുഭവത്തിന് വേണ്ടി ജനത്തെ ആഹ്വാനം ചെയ്തു. സെഫന്യാ പ്രവാചകൻ അത് പറയാൻ തുടങ്ങിയപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു, വലിയൊരു ഭയങ്കരമായ നാൾ വരുന്നുണ്ട്. നിങ്ങൾ മനം തിരിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആ നിത്യസ്നേഹത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുണയിലേക്ക് നിങ്ങൾ വരുന്നില്ലെങ്കിൽ വലിയ നാശം നിങ്ങൾക്ക് വരുമെന്ന്, വലിയ നഷ്ടം നിങ്ങൾക്ക് വരുമെന്ന്, വലിയ കെടുതി നിങ്ങൾക്ക് വരുമെന്ന് സെഫന്യാവ് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് സെഫന്യാവ് പറയുന്നത്. 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ, യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവുമുള്ള ദിവസം തന്നെ. പ്രിയപ്പെട്ടവരെ, അവിടെ തുടർന്ന് പ്രവാചകൻ പറയുന്നൊരു വാക്യം ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. അവിടെ അങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവ്വഭൂമിയും അവൻ്റെ തീക്ഷ്ണാഗ്നിക്ക് ഇരയായിത്തീരും. സർവ്വഭൂമിയും അവൻ്റെ തീക്ഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും എന്നാണ് പ്രവാചകൻ പറയുന്നത്. യഹോവയുടെ മഹാദിവസം. പ്രിയപ്പെട്ടവരെ, ഈ മഹാദിവസം അത് ഭയങ്കരമായ ദിവസമാണ് എന്നുള്ളതിന് ഈ സെഫന്യാവ് പ്രവചിക്കുന്നതിന് ഒരു 100 കൊല്ലം മുമ്പ് യോവേൽ പ്രവാചകൻ പ്രവചിച്ചു. യോവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം അങ്ങനെയാണ് തുടങ്ങുന്നത്. യഹോവയോട് നിലവിളിപ്പീൻ, ആ ദിവസം അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തൻ്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. ധാന്യം കരിഞ്ഞു പോയിരിക്കിയാൽ പാണ്ഡികശാലകൾ ശൂന്യമായി, കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു. മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു, കന്നുകാലികൾ മേച്ചിലില്ലായകൊണ്ട് ബുദ്ധിമുട്ടുന്നു, ആടുകൾ ദണ്ഡം അനുഭവിക്കുന്നു. യഹോവയുടെ ദിവസം
അത് അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സംഹാരം പോലെ വരുന്നു. കണ്ണിൽ നിന്ന് ആനന്ദം പോകുന്നു, ജീവിതം ദുഃഖഭൂയിഷ്ടമായി തീരുന്നു. അനേകം ദുരിതങ്ങൾ, അനേകം മഹാവ്യാധികൾ, അനേകം അപകടങ്ങൾ, അനർത്ഥങ്ങൾ മനുഷ്യജാതിയുടെ മേൽ വരുന്നു. ഭീകരമായ കാര്യങ്ങൾ. വേദപുസ്തകം പഠിക്കുമ്പോൾ, ബൈബിൾ പഠിക്കുമ്പോൾ, പ്രവചനത്തിൻ്റെ വിവിധ ഗ്രന്ഥങ്ങൾ നാം വായിക്കുമ്പോൾ എല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, വലിയ ചുഴലിക്കാറ്റുകൾ, വലിയ കെടുതികൾ, വലിയ മഹാനാശങ്ങൾ, വലിയ വെള്ളപ്പൊക്കങ്ങൾ, അനേകം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. എല്ലാം സംഭവിക്കുന്നു. നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാദിവസം വരുന്നതിൻ്റെ നാന്ദിയായി, ആ ഭയങ്കരമായ ദിവസം വരുന്നതിൻ്റെ ആരംഭമായി അനേകം ക്ഷോഭജനകമായ കാര്യങ്ങൾ, അനർത്ഥകരമായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. യോവേൽ പ്രവാചകൻ തുടർന്ന് പറയുന്നു, 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ, സിയോനിൽ കാഹളമൂതുവീൻ, എൻ്റെ വിസ്തപർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഇരുട്ടും അന്ധകാരമുള്ള ഒരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ഒരു ദിവസം തന്നെ. ഭയങ്കരമായ ഒരു ദിവസം, ഇരുട്ടും അന്ധകാരമുള്ള ദിവസം, കുറ്റാക്കുറ്റിരുട്ടുള്ള ദിവസം, പകല് ഇരുണ്ടു പോകുന്ന അനുഭവങ്ങൾ, അനേകം ജീവിതങ്ങൾ തകർന്ന് നശിച്ചു പോകുന്ന അനുഭവങ്ങൾ. യഹോവയുടെ ദിവസം വരുന്നു, അയ്യം വെളുപ്പീൻ, സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. മേഘവും കൂരിട്ടുമുള്ള ഒരു ദിവസം, പ്രകൃതിയെല്ലാം ക്ഷോഭിക്കുന്ന ഒരവസ്ഥ, ഭയങ്കരമായ നാശത്തിൻ്റെ ദിവസം. അതിനെക്കുറിച്ച് പിന്നെയും യോവേൽ പറയും, യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാവുന്നവനാര്. 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാവുന്നവനാര്. 2-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. പ്രകൃതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. എല്ലാം നാം ഇന്ന് കണ്ടു തുടങ്ങിയിരിക്കുന്നു. പലതും ഇന്ന് അരങ്ങേറുന്നു. ആകാശത്ത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുന്നു. ഈ പ്രകൃതിയിൽ പലതരത്തിലുള്ളതായ കെടുതികളും വലിയ അനർത്ഥങ്ങളും വലിയ അപകടങ്ങളും സംഭവിക്കുന്നു. നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ഭൂകമ്പങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്നു കഴിഞ്ഞു. ഒട്ടേറെ നമ്മുടെ നാട് അതിൻ്റെ കൈപ്പേറിയ ഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. സ്നേഹിതരെ, യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള നാള്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. സെഫന്യ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സെഫന്യാവും പറഞ്ഞിട്ട്, സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് സെഫന്യാവ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇങ്ങനെയെല്ലാം ഭയങ്കരമായ നാശം വന്നിട്ടും നിങ്ങൾ യഹോവയുടെ വചനം ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നില്ല. നമുക്ക് വായിക്കാം 3-ാം അധ്യായം 2-ാം വാക്യം, അവൾ വാക്കുകേട്ട് അനുസരിച്ചിട്ടില്ല. അവൾ എന്ന് പറയുന്നത് ദൈവജനം. അന്ന് ഇസ്രായേൽ ജാതി, യഹൂദ ജാതിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുമ്പോൾ പുതിയ നിയമം ഇസ്രായേലാകുന്ന നാം ഓരോരുത്തരും അവൾ വാക്കുകേട്ട് അനുസരിച്ചിട്ടില്ല, പ്രബോധനം കൈക്കൊണ്ടിട്ടില്ല, യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല, തൻ്റെ ദൈവത്തോട് അടുത്തു വന്നിട്ടുമില്ല. ഇതെല്ലാം കൺമുമ്പാകെ കണ്ടിട്ടും വരാൻ പോകുന്ന അനർത്ഥങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടും മനുഷ്യർ അനുഭവിക്കുന്നില്ല, മനുഷ്യർ മനം തിരിയുന്നില്ല, മനുഷ്യർ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നില്ല, ജീവിതം രൂപാന്തരപ്പെടുവാൻ തങ്ങളെ തന്നെ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിങ്കൽ അർപ്പിക്കുന്നില്ല. അത് ഇംഗ്ലീഷ് ബൈബിളിൽ എങ്ങനെയാണ് കാണുന്നത്? മലയാളത്തിൽ അവൾ വാക്കുകേട്ട് അനുസരിച്ചിട്ടില്ല, പ്രബോധനം കൈക്കൊണ്ടിട്ടില്ല, യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല, തൻ്റെ ദൈവത്തോട് അടുത്തു വന്നിട്ടുമില്ല എന്ന് മലയാള വേദപുസ്തകത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കും, ഇൻ ഹെർ പ്രൈഡ് ഷീ വോണ്ട് ലിസൺ ഈവൻ ടു ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നില്ല. ഇൻ ഹെർ പ്രൈഡ്, അവളുടെ അഹങ്കാരത്തിൽ, എൻ്റെ ജനത്തിൻ്റെ അഹങ്കാരത്തിൽ, ഷീ വോണ്ട് ലിസൺ, ഷീ വിൽ നോട്ട് ലിസൺ ഈവൻ ടു ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നില്ല. നോ വൺ ക്യാൻ ടെൽ ഹെർ എനിത്തിങ്. അവളോട് ആർക്കും ഒന്നും ഉപദേശിക്കാൻ സാധ്യമല്ല. എൻ്റെ ജനത്തെ ഉപദേശിപ്പാൻ ആർക്കും കഴിവില്ല. കാരണം ഉപദേശിച്ചാൽ അവൾ മറുതലിക്കും, പറഞ്ഞു കൊടുത്താൽ, പ്രബോധിപ്പിച്ചാൽ അവൾ എതിർക്കും. നോ വൺ ക്യാൻ ടെൽ ഹെർ എനിത്തിങ്. ആർക്കും അവളോട് ഒന്നും പറയാൻ സാധിക്കുകയില്ല. ഷീ റെഫ്യൂസസ് ഓൾ കറക്ഷൻ. എന്തെല്ലാം തിരുത്തി കൊടുത്താലും ഷീ റെഫ്യൂസസ് ഓൾ കറക്ഷൻ. തിരുത്തലുകൾ അവൾ നിരസിക്കുന്നു. പറഞ്ഞു കൊടുക്കുന്ന തിരുത്തലുകൾ തിരുത്താനുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഷീ റെഫ്യൂസസ് ഓൾ കറക്ഷൻ. ഷീ ഡസ് നോട്ട് ട്രസ്റ്റ് ദ ലോർഡ് നോർ സീക്ക് ഫോർ ഹിം. ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ദൈവത്തെ അന്വേഷിക്കുന്നുമില്ല. ഷീ ഡസ് നോട്ട്
ട്രസ്റ്റ് ദ ലോർഡ്, ദൈവത്തെ വിശ്വസിച്ച് ആശ്രയിക്കുന്നില്ല. നോർ സീക്ക് ഫോർ ഹിം, ദൈവത്തിന് വേണ്ടി അവൾ അന്വേഷിക്കുന്നുമില്ല. സഹോദരങ്ങളെ, ഇത് നമ്മുടെ പലരുടെയും ചിത്രമാണ്. നാം ഇന്നും എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും വചനം കേൾക്കുന്നവരാണ്. നിങ്ങൾ ധാരാളം വചനം കേട്ടു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ അല്പം ഭയത്തോടെ പറയട്ടെ, യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ഓടി നടന്ന് പ്രവർത്തിച്ച സ്ഥലമാണ് കഫർന്നഹൂം. ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചു, അത്ഭുതങ്ങളേറെ നടന്ന സ്ഥലമാണ് കഫർന്നഹൂം. സ്വർഗത്തോളം ഉയർന്നിരിക്കുന്ന കഫർന്നഹൂമേ, നീ പാതാളം വരെ താണുപോകും എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വേറെ സ്ഥലമാണ് ബേത്സയിദ, കോറസീൻ മുതലായ സ്ഥലങ്ങൾ. ബേത്സായിദയെ നിനക്ക് ഹാകഷ്ടം, കോറസീനെ നിനക്ക് ഹാകഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീതോനിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും കിടന്ന് അനുദവിക്കുമായിരുന്നു കർത്താവ് പറഞ്ഞു. സോദോം ഗൊമോറയിൽ ഈ വലിയ വീര്യപ്രവർത്തികൾ നടന്നിരുന്നെങ്കിൽ അവർ അനുദവിച്ചേനെ. നിങ്ങളുടെ അടുക്കൽ എന്തെല്ലാം വീര്യപ്രവർത്തികൾ ചെയ്തിട്ടും നിങ്ങൾ അനുദവിക്കുന്നില്ല എന്ന് കർത്താവ് വേദനയോടെ പറഞ്ഞു. യെരൂശലേം നഗരത്തിൽ യേശുതമ്പുരാൻ ഏറെക്കാലം വേല ചെയ്തതാണ്. 3.5 വർഷം മുഴുവൻ എന്ന് പറയുന്നത് പോലെ യെരൂശലേം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും യെരൂശലേം നഗരത്തിലെ യെരൂശലേം ദേവാലയ പരിസരത്തുമായി കർത്താവ് തിരുവചനം സംസാരിച്ചു, കർത്താവ് പ്രവർത്തിച്ചു. അത്ഭുതങ്ങൾ കണ്ട നഗരമാണ് യെരൂശലേം. എന്നാൽ യേശു പറയുകയാണ്, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും തൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്തവളെ, നിങ്ങൾ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്നെ എൻ്റെ പക്കൽ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുന്നതുവരെ ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. സഹോദരങ്ങളെ, കരുണയുള്ള കർത്താവിൻ്റെ പരിശുശ്രൂഷയുടെ അവസാന സമയത്ത് കർത്താവ് വേദനയോടെ താൻ ഏറെ പ്രവർത്തിച്ച യെരൂശലേം നഗരത്തിൽ നോക്കി കർത്താവ് വിതുമ്പി കരയുകയാണ്. നിനക്ക് ഹാകഷ്ടമെന്ന് കർത്താവ് പറയുകയാണ്. യെരൂശലേമേ യെരൂശലേമേ, കർത്താവ് വേദനയോടെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും തൻ്റെ അടുക്ക് അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്തവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്നെ എൻ്റെ പക്കൽ ചേർത്തുകൊള്ളാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെടാനെന്ന് ഇനി നിങ്ങൾ പറയുന്നതുവരെയും നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. സഹോദരങ്ങളെ, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൽ പ്രവചനത്തിൻ്റെ ആത്മാവ് മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കുമെന്ന്. അവർ നിരസിച്ച യേശുവെങ്കിലേക്ക് അവർ നോക്കുന്നൊരു കാലം വരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതിനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കുമെന്ന് സെഖരിയ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞു. ഏകജാതിനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ വിലപിക്കുമെന്ന്, കുലം കുലമായി വിലപിക്കുമെന്ന്, ഗോത്രം ഗോത്രമായി വിലപിക്കുമെന്ന്, അവർക്ക് അങ്ങനൊരു അനുതാപം അവർക്ക് വരുമെന്ന് കർത്താവ് മുൻകൂട്ടി കണ്ടു. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് സ്നേഹവാനായ ദൈവം പറയുന്നു, മക്കളെ, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. മരണത്തിന് ശേഷമുള്ളതായ കാര്യങ്ങൾ പലതും നിങ്ങൾ കേട്ടു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുങ്ങിയോ എന്ന് കർത്താവ് ചോദിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് പകൽ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമെന്നുള്ള ഉറപ്പുള്ളതായി നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. ഞാൻ ഒരുങ്ങിയോ? സ്നേഹിതരെ, നിങ്ങൾ ഒരുങ്ങിയോ? ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി എന്നെ തന്നെ ഒരുക്കിയോ? ഇനിയും സംഭവിക്കാനിരിക്കുന്ന ആ മഹാദിവസത്തേക്ക് ഞാൻ എന്നെ തന്നെ ഒരുക്കിയോ? ഞാൻ വിശുദ്ധനായി തീർന്നുവോ? കരുണയുള്ള കർത്താവിന് സ്തോത്രം. ഞാൻ പൂർണ്ണമായി രൂപാന്തരപ്പെട്ട അനുഭവത്തിൽ ഞാൻ ജീവിക്കാൻ ആരംഭിച്ചോ? എൻ്റെ ഹൃദയം ശുദ്ധമായോ? എൻ്റെ ഹൃദയം പൂർണ്ണമായും കഴുകപ്പെട്ടുവോ? യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം എന്നെ കഴുകാൻ മതിയായതായി ഇന്നും ജീവിക്കുന്നെന്ന് ഞാൻ കേട്ടു. എൻ്റെ കർത്താവേ, ഞാനിതെല്ലാം കേൾക്കുന്നുണ്ട്, ഞാനിതെല്ലാം അറിയുന്നുണ്ട്. എന്നാൽ ആ തിരുരക്തത്താലുള്ള കഴുകൽ എനിക്ക് അനുഭവമായോ? സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗോകുൽത്തായിലെ കുരിശിൽ ആ ചൊരിഞ്ഞതായ തിരുരക്തം, കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയതായ ആ തിരുരക്തം എത്രയോ നൂറ്റാണ്ടുകളായി അനേകം വിശ്വാസികളെ രൂപാന്തരപ്പെടുത്തിയ ആ തിരുരക്തം, അനേകം മനുഷ്യരെ ശുദ്ധീകരിച്ചതായ ആ തിരുരക്തം ഇന്ന് ഇപ്പോൾ നിങ്ങളെയും കഴുകാൻ നിങ്ങളോട് ഗുണകരമായി സംസാരിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്ന പ്രകാരം ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, പ്രതികാരം ചോദിക്കാത്ത രക്തം. ഹാബേലിൻ്റെ രക്തം കയ്യിനോട് പ്രതികാരം ചോദിക്കുന്ന രക്തമാണ്. ഹാബേലിൻ്റെ രക്തം തന്നെ കൊന്ന കയ്യിനോട് പ്രതികാരം വാഞ്ചിക്കുന്ന രക്തമാണ്. എന്നാൽ കർത്താവായ യേശുവിൻ്റെ തിരുരക്തം, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതായെന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്
പ്രാർത്ഥിക്കുന്ന സ്നേഹത്തിൻ്റെ തിരുരക്തമാണ്. ആ തിരുരക്തം ഇപ്പോൾ നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട് കർത്താവ് പറയുന്നു, ആ അരുമകനെ നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട് കർത്താവ് പറയുന്നു, മകനെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക. നിന്നെ ഞാനൊന്ന് കഴുകട്ടെ, നിന്നെ ഞാനൊന്ന് വിശുദ്ധീകരിക്കട്ടെ, നിന്നെ ഞാനൊന്ന് രൂപാന്തരപ്പെടുത്തട്ടെ, നിൻ്റെ ആളത്വം ഞാനൊന്ന് മാറ്റിമറിക്കട്ടെ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നിൻ്റെ ഹൃദയം എൻ്റെ കയ്യിലേക്ക് തരൂ, നിൻ്റെ ജീവിതം എൻ്റെ കയ്യിലേക്ക് തരൂ, നിൻ്റെ ഭാവി എൻ്റെ കരങ്ങളിലേക്ക് തരൂ. ഞാൻ നിന്നെ പരുവപ്പെടുത്താം, ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്താം, ഞാൻ നിന്നെ മാറ്റിമറിക്കാം, ഒരു പുതിയ ജീവിതം ഞാൻ നിനക്ക് തരാം. കരുണയുള്ള കർത്താവ് നിങ്ങളോട് വാത്സല്യവായ്പോടെ കെഞ്ചുകയാണ്. ഇന്ന് കെഞ്ചി നിൽക്കുന്ന ക്രിസ്തു രാജാധിരാജാവായി മടങ്ങി വരും. ഇന്ന് മുൾമുടിയേറ്റ് കടന്നുപോയ ക്രിസ്തു അവൻ രാജകിരീടം ചൂടി മടങ്ങി വരും. അവൻ സ്വർഗീയ സേനകളുടെ അകമ്പടിയോടുകൂടി മടങ്ങി വരും. അവൻ വരുമ്പോൾ നാം ആരും നഷ്ടപ്പെടരുത്, നാം ആരും കൈമോശം വന്നു പോകരുത്, നമുക്കാർക്കും കേട് സംഭവിക്കരുത്. തിരുത്തുവീൻ, വേഗം മനം തിരിയുവീൻ, വേഗം നിങ്ങളെ തന്നെ ക്രിസ്തുവിൻ്റെ പാതമെടുത്തെങ്കിലെ കളപ്പിക്കുകയും നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പുതിയ തീരുമാനമെടുക്കാം. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭാരത്തോടും ആകുലത്തോടും കൂടി വന്നിരിക്കുന്നവരെ എൻ്റെ നാഥ നീ ഇപ്പോൾ ആശ്വസിപ്പിക്കുകയും കണ്ണുനീര് തുടച്ചു കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീറുന്ന മനസ്സോടിരിക്കുന്നവര്, പുകയുന്ന ഉള്ളത്തോടിരിക്കുന്നവര്, കർത്താവേ നിന്റെ കുളിർമയുള്ള വചനങ്ങളുടെ മാധുര്യം അനുഭവിച്ച് ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുന്ന മഹാഭാഗ്യത്തിലേക്ക് ഒരു ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഹൃദയങ്ങൾ കഴുകണമേ, ആളത്വം രൂപാന്തരപ്പെടുത്തണമേ, സമാധാനം പകരണമേ, സ്വർഗീയ ശാന്തിയിലേക്ക് നയിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.